ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മളെ യാത്ര എങ്ങോട്ടാന്ന് അറിയോ? നമ്മൾ തിരൂരിലെ ബെസ്റ്റ് ബിരിയാണി സ്പോട്ട് തിരഞ്ഞിട്ടുള്ള യാത്ര കേട്ടോ. അതിതാ എത്തിയിട്ടുള്ള ഇവിടെയാണ്. സൂപ്പർ ഫുഡാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് പറഞ്ഞാൽ മാക്സിമം ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഫുഡ് കഴിക്കാറ്. എല്ലാവരും വന്ന് കഴിക്കാം. നമ്മളെ കടന്റെ പേര് ബാവുസ് എന്നാണ്. പിന്നെ 20 വർഷമായി ഇപ്പൊ ഈ കട ഇവിടെ തുടങ്ങിയിട്ട്. അതിലിപ്പോ ഏകദേശം അന്ന് സാൻഡ്വിച്ചും ബർഗർ ഇങ്ങനെയുള്ള സാധനമായിരുന്നു. പിന്നെ ഇപ്പൊ ബിരിയാണി സ്റ്റാർട്ട് ചെയ്തത് ഒരു 12-13 വർഷമായി. ആ 13 വർഷമായിട്ട് ഇങ്ങനെ ബിരിയാണി ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. 2-3 മണിക്കൂറായിട്ട് പരിപാടി. 10-11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 2-2:15 വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റോപ്പായി. അപ്പോഴേ ഏകദേശം സ്ഥലങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അതെ, നമ്മൾ തിരൂരിലെ ഫേമസ് ആയിട്ടുള്ള ബാവൂസ് ബിരിയാണി സെൻറ്ററിലാണ് നമ്മൾ ഇന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് ഇവരുടെ ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മസാലയോട് കൂട്ടിയിട്ട് ഒരു ചോറിൽ 3 പീസൊക്കെ ഉണ്ട് വരുന്നത്. അതാ ഈ ഒരു തൈരും അച്ചാറൊക്കെ കൂട്ടിയിട്ടൊന്ന് നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇവരുടേതാ ഈ ഒരു കുട്ടൻ ബിരിയാണി ആയിരുന്നു നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടൻ ബിരിയാണി എനിക്കൊരു സ്പെഷ്യലായിട്ടൊരു ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു ബിരിയാണിയാണ്. കാരണം നമ്മൾ കുട്ടൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്തൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അതും ഇളയ കുട്ടനൊക്കെ കിട്ടണം കേട്ടോ. പക്ഷെ ഇത് അതേപോലത്തെ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടനാണ് കേട്ടോ. അതിതാ ഈ ഒരു കച്ചമ്പറും അച്ചാറൊക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. എന്നെപ്പോലെ എത്ര കുട്ടൻ ബിരിയാണി ഫാൻസ് ഉണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ 2 ബിരിയാണി ട്രൈ ചെയ്തതിൽ എനിക്കൊന്നും കൂടെ ഇഷ്ടപ്പെട്ടത് കുട്ടൻ ബിരിയാണി തന്നെയാണ് കേട്ടോ. അതാ ഈ ഒരു കുട്ടൻ്റെ സോഫ്റ്റ്നെസ്സും നല്ല ഇളയ കുട്ടനാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ബിരിയാണിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മാത്രമല്ല അതിൻ്റെ ഒരു മസാല ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, ഭയങ്കര മസാലയോട് കൂടിയിട്ടുള്ള ബിരിയാണി ഉണ്ട്. അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. ഈ ഇരിക്കുന്നതൊക്കെ ഇവിടുത്തെ ഓരോ പാർസൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ്. കച്ചമ്പറും അതുപോലെ അച്ചാറൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ പാർസലിൻ്റെ ഓരോ ഓർഡറിനനുസരിച്ചിട്ടൊക്കെ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 3-4 ചെമ്പ് ബിരിയാണിയാണ് ഒരു ദിവസം. അതും ആ ഒരു കുറച്ച് നേരം കൊണ്ട് ഇവർക്ക് ഇവിടെ സെയിലായി പോണത്. ഈ ഒരു ബിരിയാണിൻ്റെ ഫാൻ ബേസ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതുള്ളൂ കേട്ടോ. വളരെ സാധാരണക്കാരൻക്ക് അതും ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ ഒട്ടും കുറവ് വരുത്താതെ നല്ല രീതിയിലുള്ള ബിരിയാണി ആണ് ഇവരുടെ ഒരു സക്സസ്. ഒരു ചിക്കൻ ബിരിയാണിന്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ്. കുട്ടൻ ബിരിയാണി 100 രൂപ. ഇവിടുത്തെ കുട്ടൻ ബിരിയാണിയാണ്, അത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കലുണ്ട്, നല്ലതാണ്. അപ്പോൾ നിങ്ങളടുത്ത് ലൊക്കേഷൻ പറഞ്ഞിട്ടുള്ള നമ്മളെ തിരൂര് മലപ്പുറം റോഡിൽ പയ്യനങ്ങാടിയിൽ താരിഫ് മാളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. എല്ലാവരും ഈ ഒരു ബിരിയാണി ഒന്ന് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഫുഡീസ് ആയിട്ടുള്ള ഫ്രണ്ട്സുകൾക്ക് നമ്മളെ വീഡിയോ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കാണാം പുതിയൊരു വീഡിയോയുമായിട്ട്. അതുവരേക്കും ടാറ്റാ ബൈ.